ദേവേട്ട പ്ലീസ്, ഇനി ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഇനി ഇങ്ങനെ സങ്കടപ്പെട്ട എനിക്കും സങ്കടാവില്ലേ. എൻ്റെ ഹൃദയത്തിൻ്റെ കാര്യം അറിയാലോ, ഒരുപാട് വിഷമങ്ങളൊന്നും താങ്ങില്ല കേട്ടോ. മാറ്റി കരഞ്ഞത്. ഇനി എൻ്റെ മടി കുറച്ചു നേരം കിടന്നോ എന്നും പറഞ്ഞവളെ അവനെ നിർബന്ധിച്ച് മടിയിൽ കിടത്തി. അവൻ്റെ മുടിയിലൂടെ അവൾ പതുക്കെ വിരലൊടിച്ചു. അപ്പോഴും അവൻ്റെ മനസ്സ് കലങ്ങി മറിയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ്റെ മനസ്സിൽ റാം മാത്രമായിരുന്നു. റാമിനെ കുറിച്ച് താൻ അറിയാതെ പറഞ്ഞു പോയ മോശമായ വാക്കുകളൊക്കെ ഓർത്തപ്പോൾ നെഞ്ചകം വീണ്ടും വിങ്ങിപ്പൊട്ടി. നന്ദ എന്നുള്ള അവൻ്റെ വിളി കാതിൽ മുഴങ്ങുന്നത് പോലെ. അവളുടെ കരലാളനങ്ങൾക്കൊന്നും അവൻ്റെ വേദനയെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ എങ്ങനെയൊക്കെയോ മയക്കത്തിലേക്ക് വഴുതി വീണു. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ദാ കോഫി. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ചീകുന്നവന് നേരെ കോഫി നീട്ടി ആൻ പറഞ്ഞതും അവനത് വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു. എന്താ ഡോക്ടർ, ഇതുവരെ നിങ്ങൾ ഓക്കെ ആയില്ലേ? ആൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു. ഡി ഡോക്ടറോ? ആരാടി നിൻ്റെ ഡോക്ടർ? നിങ്ങൾ എന്നെ ഡോക്ടർ എന്നല്ലാണ്ട് പേഷ്യൻ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? എന്താ ഡോക്ടർ ഇതൊന്നും അറിയില്ല? ഡോക്ടറെ, എന്നൊന്ന് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കണം കേട്ടോ. ഇപ്പം തന്നെ ആയാലും കുഴപ്പമില്ല, ഐ ആം റെഡി. ഞാനതിന് ഗൈനക്കോളജിസ്റ്റ് അല്ല. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്കറിയുന്ന പോലെ പരിശോധിച്ചാൽ മതിയെന്ന്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചുണ്ടല്ലോ, എന്നെ ശരിക്കും ചവിട്ടിയാ ഡോക്ടർ. അതിനെന്താ ഡോക്ടർ ചെയ്യുക? എൻ്റെ ഡോക്ടറെ കൊച്ചിന് അച്ഛൻ്റെ സ്വഭാവമാണ് കിട്ടിയേക്കണേ, അത് അടങ്ങിയിരിക്കാത്തത്. അന്നക്കൊച്ചെ, നിൻ്റെ വെളച്ചിലേ എൻ്റെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. ആ അന്നേരം അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ മുറുകി. എന്തു പറ്റി? ബേബി കിക്ക് ആളെ ശരിക്കും വികൃതിയാ. കുഞ്ഞിന് വേണ്ടി നീ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ, എനിക്കത് മനസ്സിലായതാ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, ഞാനത് സഹിച്ചോളാം. ആരും ഓക്കെ നോ? ഇപ്പം കുഴപ്പമില്ല. നിനക്ക് മിക്കവാറും സിസേറിയൻ ആയിരിക്കും ഉണ്ടാവുക. നോർമൽ ഡെലിവറി റിസ്ക് ആയിരിക്കും. ഹൃദയം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇത്തരം കേസിൽ പ്രഗ്നൻ്റ് ആവുക തന്നെ അപൂർവമാണ്. നിൻ്റെ ആരോഗ്യം തന്നെയായിരുന്നു എനിക്ക് വലുത്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ അത്രയും കടുത്ത തീരുമാനം എടുത്തത്. അതിനിടയിൽ നീ എനിക്ക് പണി തന്നു. ഇതോടെ നിർത്തിയേക്കണം കുഞ്ഞെന്നാഗ്രഹം. നമുക്ക് ഈ ഒരു കുഞ്ഞു മതി, കേട്ടല്ലോ? അപ്പം നമുക്ക് കുഞ്ഞു ദേവ് വേണ്ടേ? വേണ്ട, നമുക്ക് ഒരു കുഞ്ഞാൻ മാത്രം മതി. അവളുടെ കാതിൽ തുമ്പ് ചെറുതായി കടിച്ചുകൊണ്ട് ദേവ് പറഞ്ഞു. അപ്പോൾ ഇത് കുഞ്ഞു ദൈവമായെങ്കിലോ? പിന്നെ കുഞ്ഞാനിനെ കിട്ടാൻ എന്ത് ചെയ്യും? എനിക്കാരായാലും കുഴപ്പമില്ല. ദൈവം തരുന്നത് ഇനി കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് മാറ്റം ഉണ്ടാവില്ല. വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളും ആഗ്രഹം നിർത്തിയേക്കണം. എന്താഗ്രഹം? ഇടയ്ക്കിടെ ഓരോന്ന് ഒപ്പിച്ച് വെക്കുന്നില്ലേ അക്കാര്യം? നീ എന്നെ ഓരോന്ന് ഓർമ്മിപ്പിക്കല്ലേ. അതെന്താ, റൊമാൻസ് വരുന്നോടാ? പിന്നെ റൊമാൻസ് അത് നിൻ്റെ ദേവേട്ടന്. നിനക്ക് ഡോക്ടർ നന്ദനെ അറിയില്ലല്ലോ. ഈ വൃന്ദയെ ഭിത്തിയിൽ തേച്ചൊട്ടിക്കുന്നവനാ നന്ദൻ. അപ്പോൾ എല്ലാവർക്കും നന്ദന് ഇഷ്ടമായിരുന്നല്ലോ. നന്ദനും എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ അതെ, പാവങ്ങളായ രോഗികളെ എന്ന് മാത്രം. അവർക്ക് മുന്നിൽ മാത്രമാണ് നന്ദൻ പാവം. ഞാനും ഒരു പാവം രോഗിയാണ് ഡോക്ടറെ. ആണോ? ആണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. സ്വന്തമായി ഒരു ഹൃദയം പോലും ഇല്ല. പാവം ഞാൻ, ഒരു പാവം. ആൻമരിയ പാവാണ്. പക്ഷെ നീയേ നല്ല കൂടി ഇനം കാന്താരി മുളകാണ്. നീ കുറച്ച് നാൾ വൃന്ദയായില്ലേ, ഇനി ഞാൻ കുറച്ച് നാൾ നന്ദനാവാം. വേണ്ട, എനിക്ക് നന്ദൻ വേണ്ട, എനിക്ക് എൻ്റെ ദേവേട്ടന് മതി എന്ന് പറഞ്ഞ് അവനെ ഇറുകെ പുണർന്നു. ദേവേട്ടനോ? ദേവ് അങ്ങനെയായിരുന്നല്ലോ നീ വിളിച്ചുകൊണ്ടിരുന്നത് എന്നും പറഞ്ഞ് അവളിൽ നിന്ന് മനഃപൂർവ്വം അകന്നു മാറി. ദേവേട്ട എന്തായത്? അതൊക്കെ കഴിഞ്ഞില്ലേ? എനിക്ക് നിങ്ങളുടെ അന്നക്കൊച്ചാവണം. അവൾ ചിണുങ്ങി. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വൃന്ദ പ്രഭാകർ. അതോ വൃന്ദ നന്ദദേവാണോ? ഞാൻ വൃന്ദയല്ല, ഞാൻ ആനാണ്. ഐ വോണ്ട് എ ഡീപ് കിസ് ദാറ്റ് ഓൺ ദി ലിപ്സ്. അവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. സോറി വൃന്ദ എന്നും പറഞ്ഞവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ നടക്കാനൊരുങ്ങി. ഡോഡോ, താനെന്നെ മുംബൈക്കാരി വൃന്ദയാക്കല്ലേ. ഇത്രയും നാൾ എവിടെ ഉണ്ടായിരുന്നത് ലോക്കൽ വൃന്ദയാ. നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ ആൻ വിളിച്ചു പറഞ്ഞു. പൊടി പഞ്ഞുമിഠായി. അവൻ അതിനിടയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു പഞ്ഞുമിഠായി? താനതും പറഞ്ഞ് ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാമോ? അവനൊരു പ്രത്യേക താളിച്ച് ചോദിച്ചു. എന്തുവാ? അല്ല, എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എങ്കിൽ കണ്ടിട്ട് പോവാന്ന് കരുതി. വഷളൻ. ദേക്കോ, മേ തുമേ സബക് സിക്കാവുക. ബേവ്കൂഫ്. എന്തോന്ന്? ബേവ്കൂഫ് എന്ന് വെച്ചാ കുന്തം. ഹേ ഭഗവാൻ, മേ ഇസ്കെ ലായക് ഹോ. ഡിക്കോപ്പെ, ഹിന്ദി പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. മുझे ഹിന്ദി ബഹുത് അച്ചി ആത്തി ഹെ.
ബേവ്കൂഫ്, ഇഡിയറ്റ്. അവൻ അവളെ ഒന്ന് പുച്ഛിച്ച് തള്ളി. 2 ദിവസം ദീപ് ആനിനെ ശരിക്കും വട്ടം കറക്കിക്കൊണ്ടിരുന്നു. ഒരുമിച്ചാണ് കിടത്തെങ്കിലും ദീപ് അവളെ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. ആനാണെങ്കിൽ ഈ 2 ദിവസം അവൻ്റെ പിന്നാലെ ദേവേട്ട എന്നും പറഞ്ഞ് കൂടിയെങ്കിലും വലിയ ഗുണമുണ്ടായില്ല. പിന്നെ ആൻ തനി മുംബൈക്കാരി ഫ്രണ്ട് ആവാൻ തന്നെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാത്രി കുളിയും കഴിഞ്ഞ് സാറ്റിൻ ഫാബ്രിക് ക്ലോത്തിലുള്ള മുട്ടിന് മുകളിൽ വരുന്ന സ്ട്രാപ്പ് സ്ലീവ് മിനി ഫ്രോക്ക് ധരിച്ച് അവന് മുന്നിൽ വരുന്നത്. അന്നേരം അവൻ തൻ്റെ വർക്കിംഗ് ടേബിളിന് മുന്നിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുവാണ്. പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് അവളുടെ ശരീരത്തിൽ നല്ലോണം വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി ഉന്തിയ വയറും മാറും ഒക്കെ എടുത്ത് കാട്ടുന്നുണ്ട്. തന്നെ അവൻ ശ്രദ്ധിക്കുന്നത് കാണാനിട്ടാണ് അവൾ അവനിരിക്കുന്ന ടേബിളിന് അരികിൽ ചെന്ന് ഫോൺ ചാർജിന് വെക്കുന്നത്. കുറച്ചു നേരം അവിടെ നിന്ന് ചുറ്റിത്തിരിഞ്ഞു. ഏന്തി വലിഞ്ഞ് എന്തൊക്കെയോ എടുക്കും പോലെയൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും അവൻ ശ്രദ്ധിക്കുന്നേയില്ല. അന്നേരം അവളുടെ ശരീരത്തിൻ്റെ പല ഭാഗവും അവൻ്റെ ദേഹത്ത് സ്പർശിച്ചുവെങ്കിലും അവനാണെങ്കിൽ അവളെന്ന വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും നടിച്ചില്ല. ചവിട്ടിത്തുള്ളി അവൾ ബെഡിൽ പോയി കിടന്നു. അന്നേരം കുഞ്ഞ് നന്നായി അനങ്ങി തുടങ്ങി. എന്തുവായത്? എന്നെന്തിനാ ചവിട്ടുന്നത്? പറ്റുമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭൂതത്തിനൊരു ചവിട്ട് കൊടുക്ക്. ദുഷ്ടൻ, എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇത്രയും നാൾ കളിപ്പിച്ചത് ഞാൻ സോറി പറഞ്ഞല്ലോ, പിന്നെന്താ? ശേഷം അവൾ വയറിൽ പതിയെ തലോടി. വാവേ, കുഞ്ഞിന് മമ്മ മാത്രം മതി കേട്ടോ. പപ്പ വേണ്ട, ഇത്രയും നാൾ മമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നാളെ മമ്മയുടെ വീട്ടിൽ പോവാട്ടോ. ഇവിടെ നമുക്ക് ആരാ ഉള്ളത്? ആരുമില്ല. കുഞ്ഞിനോടെന്ന പോലെ ഉറക്കെ ഓരോന്ന് പറയുന്ന ആനിൻ്റെ സംസാരം കേട്ട് ദേവിന് ചിരി വന്നു. അവനെല്ലാം ക്ലോസ് ചെയ്ത് എഴുന്നേറ്റ് അവളെ ഒന്ന് നോക്കി. ഹേയ് ഹോട്ട് കോട്ടൺ ക്യാൻഡി, എന്താണ് ഉദ്ദേശം? വയറ്റിൽ കുഞ്ഞില്ലേ ഇപ്പം വല്ലതും നടന്നേനെ. താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ അത് ചോദിച്ചതും അവൾ മുഖം തിരിച്ചു ചരിഞ്ഞു കിടന്നു. ഫാനിൻ്റെ കാറ്റിൽ അവളുടെ വസ്ത്രം പാറി പറക്കുന്നുണ്ട്. ഉഫ്, തൻ്റെ ചുണ്ടിനെ നാവിനാൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. ഹേയ് ഹോട്ട് ഗേൾ, അവളോട് ചേർന്ന് കിടന്ന് അവളുടെ കാതോരം പറഞ്ഞു. അവളുടെ നഗ്നമായ കൈയിലൂടെ അവൻ പതിയെ തലോടിക്കൊണ്ടിരുന്നു. അവളുടെ കഴുത്തിൻ്റെ ഒരു വശത്തുള്ള ആ കറുത്ത മറകിൽ അവൻ പല്ലുകൾ ആഴ്ത്തിയതും എന്നും പറഞ്ഞവൾ നേരെ കിടന്നതും അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലാകമാനം ഓടി നടന്നു. അവൻ്റെ നോട്ടം അവളുടെ പകുതി അനാവൃതമായ മാറിലേക്ക് നീണ്ടു. എൻ്റെ പൊന്നോ, ഈ പെണ്ണെന്നെ ചീത്തയാക്കി അടങ്ങും. അതും പറഞ്ഞുകൊണ്ട് തല കുടഞ്ഞു അവൻ നോട്ടം മാറ്റി. അവളുടെ നെറ്റിയിൽ സ്നേഹചുംബനം ചാർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. നിന്റെ അരികെ വന്ന എനിക്ക് പലതും തോന്നും എൻ്റെ കൊച്ചെ. ഈ സമയത്ത് നിനക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോഴാണോ ഇതൊക്കെ ഇട്ടുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നും പറഞ്ഞ് അവളുടെ മൂക്കിൽ മൂക്ക് കൊണ്ടുരസി. അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ അതരങ്ങളിലായിരുന്നു. ചൂണ്ടുവിരലാൽ അതരങ്ങളിൽ പതിയെ തലോടി. ഞാൻ എടുക്കട്ടെ ഇത്? ഇത്തിരി വൈൽഡായെന്ന് വരാം, സഹിച്ചേക്കണം. 6 മാസമായില്ലേ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് എന്നും പറഞ്ഞ് അവളുടെ ചുണ്ടുകൾ ഞൊടിയിടയിൽ അവൻ്റേതാക്കി മാറ്റി. അവൻ്റെ കൈ അവളിൽ അനുസരണയില്ലാതെ അലഞ്ഞു നടന്നു. ഇരു ചുണ്ടും ഏറെ ആവേശത്തോടെ അവൻ മാറി മാറി നുണഞ്ഞു. ചുംബന തീവ്രതയിൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അവളുടെ വസ്ത്രം തോളിൽ നിന്നും താഴ്ത്തി അവളുടെ മാറിൽ പിടിമുറുക്കി. അവൻ അവിടെ സമ്മാനിക്കുന്ന സുഖമുള്ള നോവിൽ അവൾ മാറ്റിമറന്നു. അവളുടെ ചുണ്ടുകൾ പതിയെ മോചിപ്പിച്ചു അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി. അവിടെ അനുസരണയില്ലാതെ അവൻ്റെ കൈയും ചുണ്ടും നാവും ഒഴുകി നടന്നു. അവൻ്റെ കൈ അതിർവരമ്പുകൾ ലംഘിച്ച് ഒഴുകാൻ തുടങ്ങിയതും അവൾ സ്വബോധത്തിലേക്ക് വന്നു അവനെ വിലക്കി. ദേവേട്ട, എന്താ ഇത്? വേണ്ട, പ്ലീസ് വേണ്ടെന്ന്. അത് കേട്ടതും അവൻ തല ഉയർത്തി അവളെ നോക്കി. അവളുടെ കവിളിൽ അമർത്തി മുത്തി ബെഡിൽ മലർന്നു കിടന്നു. ഞാൻ പറഞ്ഞതല്ലേ എന്നെ വെറുതെ പ്രലോഭിപ്പിക്കേണ്ടെന്ന് എന്നും പറഞ്ഞ് അവളുടെ നേരെ തിരിഞ്ഞതും അവളിപ്പോഴും അതുപോലെ കിടക്കുവാണ്. ആ ഡ്രസ്സ് നേരെയാക്കി കോപ്പേ, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി കിടക്കുക. അത് കേട്ടപ്പോഴാണ് കൊച്ചു സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നത്. പെട്ടെന്ന് ഡ്രസ്സ് നേരെയിട്ടു അവനെ ഒന്ന് നോക്കി ചമ്മി ചിരി പാസ്സാക്കി. ഡെലിവറി കഴിയുന്നത് വരെ ഇതുപോലെയൊന്നും കാട്ടിക്കൂട്ടരുത് കേട്ടല്ലോ എന്നും പറഞ്ഞ് അവളോട് ചേർന്ന് കിടന്നു. വയറിൽ പതിയെ തലോടി. വയറിൽ ചുണ്ട് ചേർത്ത് കുഞ്ഞിനോടൊരു സോറിയും പറഞ്ഞു അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു പറഞ്ഞു. താങ്ക് യു. എന്തിനാ? എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിനും എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിനും എനിക്കൊരു കുഞ്ഞു രാജകുമാരനെയോ രാജകുമാരിയോ തരാൻ പോകുന്നതിനും ആപ്ക ഹമേശ സ്വാഗത് ഹേ. അവളുടെ മറുപടി അവനെ ദേഷ്യം പിടിപ്പിച്ചു. അവളുടെ ഒടുക്കത്തെ ഒരു ഹിന്ദി. മുझे ക്ഷമാ കരോ ദേവ്ജി. ദേവ്ജിയ, അയ്യേ, ഇനി ഹിന്ദി എങ്ങാനും ഇവിടെ പറയുന്നത് കേട്ടാ. അല്ല, ഹിന്ദിക്കെന്താ ഇപ്പോൾ ഒരു കുഴപ്പം? ഞങ്ങൾ മുംബൈയിലെ ഹിന്ദിയാണ് സംസാരിക്കാറ്.
ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്, അത് നിങ്ങൾക്കറിയില്ല? ഇനി ഹിന്ദിയെ പറ്റി ഇവിടെ ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ അമർത്തി കടിച്ചു. എനിക്ക് വേദനിച്ചോട്ടോ എന്നവൾ ചുണ്ടുകൂട്ടി പറഞ്ഞതും അവൾ അവനെ ചേർത്ത് പിടിച്ചു. ദേവേട്ട, ഞാനൊന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? ഇല്ല, നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത് ശിവന്യ, അവൾ എങ്ങനെയാണ് ദേവേട്ടൻ്റെ ലൈഫിലേക്ക് വന്നത്? പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് ബുദ്ധിമുട്ട്? അതിന് മാത്രം ഒന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ ശിവന്യെ ആദ്യമായി കാണുന്നത്. അവർക്കിടയിൽ ചില സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു ശിവന്യ. പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഓടിച്ചാടി നടക്കുന്ന അവളെ ഞാൻ അന്നേരം ശ്രദ്ധിക്കാതിരുന്നില്ല. അതൊക്കെ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സ്നേഹിച്ചു എന്നല്ലാതെ നീ കരുതും പോലെ ഒന്നുമില്ലായിരുന്നു. 2 വർഷം മനസ്സുകൊണ്ടടുത്തു. വൈകാതെ എല്ലാവരെയും അറിയിച്ചു കല്യാണം, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അതിനിടയിലാണ് ആ കുട്ടികളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ സർജറി നടന്നു, കുട്ടികൾ ഓക്കെയായി വന്നതുമാണ്. ഡിസംബർ 20, അതായത് റാം മരിച്ച ദിവസം രാത്രി 7 മണിയായി കാണും ശിവന്യയുടെ ഒരു ഫോൺ കോൾ എന്നെ തേടിയെത്തുന്നത്. അവൾ പറഞ്ഞ കാര്യങ്ങൾ എന്നെ പാടെ തകർത്ത് കളഞ്ഞു. അവളും റാമും വർഷങ്ങളായി പ്രണയത്തിലാണെന്നും റാം പറഞ്ഞിട്ടാണ് എൻ്റെ കാമുകിയായി അഭിനയിച്ചതെന്നും അവരുടെ കല്യാണം കഴിഞ്ഞുവെന്നും അവളെന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നും എല്ലാം നാടകമായിരുന്നെന്നും ഞങ്ങൾ പോകുവാണെന്നും പിന്നെ കുറച്ച് അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ്, പിന്നെ മോർഫിംഗ് വീഡിയോസ് അതൊക്കെ കാണിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം എല്ലാം വിശ്വസിച്ചു പോയി. എൻ്റെ റാമിനെ ഞാൻ തെറ്റിദ്ധരിച്ചു. ദേവേട്ട, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കന്ന് ചിന്തിക്കാമായിരുന്നു ശിവനെ കൊണ്ട് നിങ്ങളെ പ്രണയിക്കുന്നത് പോലെ അഭിനയിച്ചു റാമിന് എന്താണ് ബെനിഫിറ്റ്? ഇല്ല, ഒന്നുമില്ല. അതെന്താ നിങ്ങൾ ചിന്തിക്കാഞ്ഞത്? ആ പോട്ടെ, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? അവളതും പറഞ്ഞു പോയി. സ്നേഹിച്ച പെണ്ണും തേച്ചു, കൂടപ്പിറപ്പിനെ പോലെ കരുതിയ കൂട്ടുകാരനെ വഞ്ചിച്ചു. ഞാൻ അടിച്ച് പൂക്കുറ്റിയായി. 8 മണിക്ക് ബാറിൽ കയറിയ ഞാൻ 10 മണിക്ക് പുറത്തിറങ്ങി. നേരെ വീട്ടിൽ ചെന്നു. അന്നേരമാണ് ഹോസ്പിറ്റലിൽ നിന്നും കോൾ വരുന്നത്. ആ കുട്ടികളിൽ ഒരാൾക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാനൊന്ന് ഫ്രഷായ ശേഷം മദ്യത്തിൻ്റെ മണം അറിയാതിരിക്കാൻ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്തു. അങ്ങനെ പാതി ബോധത്തിൽ കുട്ടിയെ പരിശോധിച്ച് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സാണ് മരുന്ന് കുട്ടിക്ക് ഇഞ്ചക്ട് ചെയ്തത്. ദേവേട്ട, അന്നേരം ഏത് നേഴ്സാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് രേഷ്മ. ദേവേട്ട, നിങ്ങൾ രാത്രി എന്ത് മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഐ മീൻ, രാവിലെ നിങ്ങൾ കൊടുത്ത പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ കൈപ്പടയിലുള്ള മരുന്ന് തന്നെയാണ് നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞത്? അതൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ശരിക്കും റാം മരിച്ചത് മറച്ചു പിടിക്കാനാണ് ശിവന്യയും ക്രിസ്റ്റിയും അങ്ങനെ ഒരു നുണ പറഞ്ഞത്. റാമിനോടുള്ള ദേഷ്യത്തിൽ നിങ്ങൾ അവനെക്കുറിച്ച് അന്വേഷിക്കില്ല, അതായിരുന്നു അവരുടെ ലക്ഷ്യം. റാം നിങ്ങളോട് സത്യം പറയുന്നതിന് മുന്നേ അവർ റാമിനെ ഇല്ലാതാക്കി, നിങ്ങളെ മാനസികമായി തളർത്തി. അതേസമയം തന്നെ ഹോസ്പിറ്റലിലെ അവരുടെ സ്പൈ വർക്കറായ നേഴ്സ്, ചിലപ്പോൾ അത് രേഷ്മയാവാം, അവരന്നേരം മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തതായിരിക്കണം. അതായിരിക്കണം ഒരു കുട്ടിക്ക് പെട്ടെന്ന് BP ലോ ആവാൻ കാരണം. അതിനുശേഷം ചില കളികൾ നടന്നിട്ടുണ്ടെങ്കിലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ എഴുതിയത് ആ മരുന്നല്ലെങ്കിലോന്ന്. എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എൻ്റെ അതേ കൈയക്ഷരം മാറാൻ ഒരു വഴിയുമില്ല. ബോധമില്ലാതെ ഞാൻ മരുന്ന് മാറി എഴുതി, അതും 4 കുട്ടികൾക്കും. ഓക്കെ, നിങ്ങൾക്ക് ബോധമില്ല, പക്ഷേ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത നേഴ്സിന് അന്നേരം ബോധമില്ലായിരുന്നോ? ഒരു കുട്ടിക്ക് BP ലോ ആയതിന് 4 കുട്ടികൾക്കും മരുന്ന് കൊടുക്കണോ? അതിൽ തന്നെ എന്തോ ഒന്നില്ലേ? അവർ പോലീസിൽ മൊഴി കൊടുത്തു. അവർ ആ ടൈമിൽ എന്നോട് അക്കാര്യം പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു അത്രേ, ഞാൻ പറഞ്ഞത് മാത്രം അനുസരിച്ചാൽ മതിയെന്ന്. നിങ്ങൾ ആ ടൈമിൽ അങ്ങനെ പറഞ്ഞിരുന്നോ? അതും എനിക്ക് ഓർമ്മയില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഒന്നും തോന്നല്ലേ? ഇത്രയും ബോധമില്ലാതാവാൻ നിങ്ങൾ എന്താ അന്ന് കഞ്ചാവാണ് അടിച്ചത്? എന്ത് ചോദിച്ചാലും ഓർമ്മയില്ല. എടി, അതിൻ്റെ ആദ്യത്തെ കുടിയായിരുന്നു, അതാണ് അന്നേരം എൻ്റെ ഫ്യൂസ് അടിച്ച് പോയത്. ഓ, പറ്റുന്ന പണിക്ക് വല്ലത് ഇറങ്ങിയാൽ പോരായിരുന്നില്ലേ? ഡി ദേവേട്ട, ഇതിപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. അടുത്ത മാസമാണല്ലോ വിധി വരുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളുടെ കിടപ്പനുസരിച്ച് വിധി നിങ്ങൾക്ക് അനുകൂലമാവാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് അന്നേ മലയാളത്തിൽ പറഞ്ഞത്, എന്നെ സ്നേഹിച്ചാൽ നിനക്ക് വേദന മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അന്ന് കേട്ടില്ല. എനിക്ക് അറിഞ്ഞിട്ടും മൂക്ക് പിഴിഞ്ഞിട്ടും ഒരു കാര്യമില്ല. സാക്ഷിമൊഴികളൊക്കെ എനിക്കെതിരാണ്. ഇനി എൻ്റെ ജീവിതം പൂജപ്പുരയിലോ മറ്റോ ആയിരിക്കും. തമാശ രൂപേണ പറഞ്ഞതാണേലും അവൻ്റെ സ്വരം ഇടറിയിരുന്നു. ഇതിപ്പോൾ നിന്നെയും കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് നിങ്ങളെ വേണം ദേവേട്ട, നമ്മുടെ കുഞ്ഞിനും. അതുകൊണ്ട് എനിക്കിതിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ശിവേട്ടൻ്റെയും ദീപുവിൻ്റെയും കൂടെ നിങ്ങൾ ജോലി ചെയ്തിരുന്ന മെഡിക്കൽ കോളേജിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ? അതൊന്നും വേണ്ട, പ്ലീസ് ദേവേട്ട. ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ.
ഞാൻ അവിടെ ഡോക്ടറെ കാണാൻ എന്ന പോലെ പോയിക്കോളാം. ശിവേട്ടനും ദീപുവും എൻ്റെ സഹോദരങ്ങൾ, അവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. എൻ്റെ കെട്ടിയും ഗൾഫിലാ, ലീവ് കിട്ടണ്ടേ, എന്ത് ചെയ്യാനാ, അതുകൊണ്ടാണ് വരാഞ്ഞത്. അവൻ്റെ മീശ രണ്ടും കൈകൊണ്ട് പിടിച്ച് വലിച്ചുകൊണ്ട് ആൻ പറഞ്ഞത് അവന് ചിരി വന്നു. കെട്ടിയോന് ഗൾഫിൽ എന്താ ജോലി? കറവക്കാരനാണ്. പാവത്തിന് അവിടെ ഒട്ടകത്തിനെ കറക്കലാണ് പണി. എൻ്റെ കെട്ടിയോൻ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസ ഇവിടെ ഞാൻ കണ്ണി കണ്ട ഡോക്ടർമാർക്കൊക്കെ കൊടുത്ത് കളയുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ കാണിക്കുന്നത്. അത് കേട്ടതും ദേവ് പൊട്ടിച്ചിരിച്ചു പോയി. അപ്പം ഞാൻ നാളെ രാവിലെ ഡ്യൂട്ടി ആരംഭിക്കും. ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് മുംബൈയിലോട്ട് പോവാൻ. എനിക്കറിയണം എൻ്റെ ചേട്ടൻ എന്തിന് എന്നെ കൊല്ലാൻ ആളെ അയച്ചു. എനിക്കറിയണമെല്ലാം. അതിപ്പോൾ വേണോ? അത് നമുക്ക് കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞ് പതുക്കെ പോരെ? ഇല്ല ദേവേട്ട, ഡെലിവറി ടൈമിൽ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. കാരണം എൻ്റെ ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ അറിയാത്ത എന്തൊക്കെയോ അവിടെയും നടന്നിട്ടുണ്ട്. ഹേ ആൻ, എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്ത് പറ്റാൻ? ഒന്നും പറ്റില്ല. ഒരു മരണത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ചേർത്ത് പിടിച്ചു. ദേ ദീപു, ഞാൻ ആനാണ്, വൃന്ദയല്ല, മറക്കണ്ട. പിന്നെ നീ എവിനാണ്, കേട്ടല്ലോ. പിന്നെ ശിവേട്ടൻ. ശിവേട്ടൻ എന്ത് പേരിടും? ആൻ അതും പറഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. കെവിൻ, ദീപു ഇടയിൽ കയറി പറഞ്ഞു. ഓഹ്, എവിനും കെവിനും. അതിനിപ്പോൾ നമ്മൾ ബമ്പർച്ചിരിയിൽ സ്കിറ്റ് കളിക്കാൻ പോവുകയാണല്ലോ. അല്ലെങ്കിലും ശിവേട്ടൻ്റെ ഈ മസിലും ബോഡിയും വെച്ച് ഇടാൻ പറ്റിയ പേര് തന്നെ കെവിൻ. ഒന്ന് പോടാ. അതൊന്നും വേണ്ട, ശിവേട്ടൻ സണ്ണി ആയിക്കോട്ടെ. സണ്ണി ചായൻ, ആൻ പറഞ്ഞു. എന്നാൽ എൻ്റെ പേര് നകുലൻ എന്നാക്കിയാലോ? സുരേഷ് ഗോപി സ്റ്റൈലിലാണ് കേട്ടോ ദീപു അത് പറഞ്ഞത്. വേണ്ട മേപ്പാടൻ എന്നാക്കാം. പോടാ, നമ്മൾ അവിടെ മണിച്ചിത്രത്താഴ് കളിക്കാനാണല്ലോ പോണത്. എടാ, ഇവൾ ആനാണല്ലോ. അപ്പോൾ നമ്മൾ ശിവൻ അത് പറയുന്നതിനിടയിൽ ദീപു ഇടക്ക് കയറി. ആ മനസ്സിലായി. ഇവൾ ആനായാൽ നമ്മൾ മാനാവണം, അല്ലാതെ മുയലാവാൻ പാടില്ല. അമ്മ കറക്റ്റ്? സണ്ണിച്ചായോ? ആൻ താൻ അച്ചായത്ത് സ്റ്റൈലിൽ ശിവനെ വിളിച്ചു. എന്നതാടി പെങ്ങളെ? നമുക്കിവനെ പിടിച്ച് ഡ്രൈവർ ആക്കിയാലോ? എനിക്കൊരാങ്ങളെ മതി. മതിയെങ്കിൽ മതിയടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വിടൂ. ശിവേട്ടാ, ദീപ് അവനെ ദഹിപ്പിച്ച് നോക്കി വിളിച്ചു. നോ സണ്ണി ചായ, പെട്ടെന്ന് വണ്ടി വിടറ ചെറുക്ക. അത് പൊളിച്ചു എന്നും പറഞ്ഞാൽ ശിവൻ ഹൈഫൈ കൊടുത്തു. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ചു, ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു. സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നേഴ്സ് അപ്പോഴും രേഷ്മ തന്നെയാണ് എന്ന് ചിലരിൽ നിന്നും അവൾ അറിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ദേവ് പറഞ്ഞിരുന്നു, സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തനിക്കന്ന് അത്രത്തോളം വിശ്വസ്തത ഉണ്ടായിരുന്ന ഒരു സീനിയർ നേഴ്സ് ഉണ്ടായിരുന്നു, ലളിത. അവർ തൻ്റെ ജോലിയിൽ അത്രത്തോളം സിൻസിയറും പങ്ക്ച്വലും ആയിരുന്നു. അവിടെ രോഗികളോട് അനുഗമയുള്ള അപൂർവ നേഴ്സുമാരിൽ ഒരാൾ. അവരോട് വേണമെങ്കിൽ സംസാരിക്കാം, അല്ലാതെ മറ്റാരോടും ഒന്നും ചോദിക്കരുതെന്ന്. ഇറങ്ങാൻ നേരം ഞാൻ അവരെ കണ്ടു. ഡോക്ടർ നന്ദദേവ് ജോലി ചെയ്തിരുന്ന ടൈമിലുള്ള പേഷ്യൻസിൻ്റെ കേസ് ഷീറ്റിൽ നിന്നും 2-3 പ്രിസ്ക്രിപ്ഷൻ തനിക്ക് വേണം, 2 ദിവസം കഴിഞ്ഞ് വരാം എന്നും പറഞ്ഞ് ആൻ വന്ന് തിരിച്ചു പോന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ആനും ശിവനും ദീപുവും മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും പോയി. അന്നേരം നേഴ്സ് ലളിത ആനിനെ ഡോക്ടർ നന്ദദേവിൻ്റെ കൈപ്പടയിലുള്ള 2-3 പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഏൽപ്പിച്ചു. അവരോട് നന്ദിയും പറഞ്ഞ് തിരികെ മടങ്ങാൻ നേരാണ് ഒരു പെൺകുട്ടി ആനിൻ്റെ അടുക്കലേക്ക് വരുന്നത്. നേഴ്സിൻ്റെ വസ്ത്രമായിരുന്നു അവളുടെ വേഷം. ഡോക്ടർ നന്ദദേവിൻ്റെ ഭാര്യയല്ലേ? അവളുടെ ചോദ്യം കേട്ട് ശിവനും ആനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പേടിക്കണ്ട, ഞാൻ ശത്രുവല്ല, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നെ എങ്ങനെ അറിയാം? ഞാൻ അവളോട് ചോദിച്ചു. ഞാൻ നന്ദദേവ് ഡോക്ടറിൻ്റെ കൂടെ പലതവണ കുട്ടിയെ കണ്ടിരുന്നു. നന്ദദേവ് ഡോക്ടറെ എങ്ങനെയാണ് പരിചയം? ഞാൻ അവളോടായി ചോദിച്ചു. എനിക്ക് ഡോക്ടറെ പരിചയമില്ല, എൻ്റെ അമ്മയ്ക്കാണ് നന്ദൻ സാറിനെ പരിചയം. ഡോക്ടർ ഇവിടെ ജോലിയിലുണ്ടായിരുന്ന സമയത്ത് അമ്മ ഇവിടെ ക്ലീനിങ് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ഡോക്ടർ അറിയാം. ശരി, ഇപ്പോൾ എന്നെ എന്തിനാണ് കാണാൻ വന്നത്? എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിച്ചാലോ? ആ നേഴ്സ് അത് പറഞ്ഞപ്പോൾ ഞാൻ ശിവനെ ഒന്ന് നോക്കി. ശിവൻ ശരി എന്ന് പറയും പോലെ കണ്ണടച്ച് കാണിച്ചതും അവർ 3 പേരും കൂടി ഒരു കഫ്റ്റീരിയയിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേര് സിനി, ഞാനിവിടുത്തെ ട്രെയിനി നേഴ്സാണ്. അന്ന് ആ കുട്ടികൾ മരിച്ചില്ലേ, ഡോക്ടർ നന്ദദേവ് ഉൾപ്പെട്ട ആ കേസ്, അന്ന് നടന്ന ഒരു സംഭവത്തിന് എൻ്റെ അമ്മ ദൃക്സാക്ഷിയാണ്. എന്ത് സംഭവം? ഇത്തവണ ശിവനാണ് ചോദിച്ചത്. അത് ഇതിലുണ്ട്. തൻ്റെ ഫോൺ ശിവനും ആനനും നേരെ നീട്ടി സിനി പറഞ്ഞു. ഇത് അമ്മ ഷൂട്ട് ചെയ്തതാ. അന്ന് 7 മണിക്കാണത്രേ ഈ സംഭവം നടക്കുന്നത്. നഴ്സുമാരുടെ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ ക്ലീനിങ്ങിന് വേണ്ടി പോയതായിരുന്നു അമ്മ. അകത്തെ മുറി ക്ലീൻ ചെയ്ത് തിരിയുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. പക്ഷെ അമ്മ അവിടെ ഉള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. ബാക്കി എല്ലായിടത്തും ക്യാമറ ഉള്ളതിനാലാണ് അവർ അവിടെ വെച്ച് മീറ്റ് ചെയ്തത്. സിനി പറഞ്ഞു നിർത്തി. ശിവനും ആനും വീഡിയോയിലേക്ക് ശ്രദ്ധ കൊടുത്തു. നേഴ്സ് രേഷ്മയും മെയിൽ നേഴ്സ് വേഷത്തിൽ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് എന്തോ മരുന്ന് വാങ്ങിക്കുന്ന രേഷ്മയെ കാണാം. ഇത് നീ ആദ്യം ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യണം, അതോടെ ആ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാവും. ശേഷം ഡോക്ടർ നന്ദനെ ഇൻഫോം ചെയ്യുന്നു. ഡോക്ടർ നന്ദൻ ഇവിടെ വന്ന് കുട്ടിയെ പരിശോധിച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും.
അതിന് പകരം ദേ ഈ മരുന്നായിരിക്കണം കുട്ടിക്ക് നീ കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് 4 പേർക്കും ഈ മരുന്ന് കൊടുക്കണം. രാവിലെ നന്ദൻ എഴുതിയ പ്രിസ്ക്രിപ്ഷനിൽ ഈ മരുന്നായിരിക്കണം ഉണ്ടാവേണ്ടത്. അതും പറഞ്ഞ് അവൾക്ക് നേരെ നോട്ടുകെട്ടുകൾ നീട്ടി അവളത് വാങ്ങിക്കുന്നത് കാണാം. ഈ വീഡിയോ കണ്ടതും ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഈ തെളിവ് കിട്ടിയിട്ടും നിങ്ങളുടെ അമ്മയെന്താ അന്ന് ഇത് പോലീസിൽ ഏൽപ്പിക്കാഞ്ഞത്? ശിവന്റെ സ്വരം ഇത്തിരി കടുത്തിരുന്നു. പേടിച്ചിട്ടാണ്. ഇപ്പോൾ അമ്മ കിടപ്പില്ല. കുറ്റബോധം കാരണം അമ്മ ഉറങ്ങാറ് പോലുമില്ല. ഇത് ഏൽപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ഒരുപാട് അന്വേഷിച്ചു. അതിനിടയിലാണ് നന്ദൻ സാറിനെയും ഈ കുട്ടിയെയും ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ദിവസം കാണുന്നത്. അന്ന് നിങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനും അമ്മയും കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ശിവൻ അമർത്തി മൂടിയ ശേഷം ആ വീഡിയോ ഫോണിലേക്ക് പകർത്തി. അങ്ങനെ അത്രയും വലിയൊരു തെളിവ് തന്നതിന് നന്ദിയും പറഞ്ഞ് അവരവിടെ നിന്ന് പോയി. മടക്കയാത്രയിൽ ആൻ ചിന്തയിലായിരുന്നു. ആൻ എന്താണ് നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഇത്രയും വലിയൊരു തെളിവ് മതി നമുക്ക് കേസ് ജയിക്കാൻ. ശിവന്റെ ശബ്ദമാണ് ചിന്തയിലാണ്ടിരുന്ന് ആനിനെ ഉണർത്തിയത്. മതി, പക്ഷെ ദേവേട്ടൻ്റെ കൈയക്ഷരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ അത് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അതവർ കൃത്രിമമായി ഉണ്ടാക്കിയതാവാം. അതെ ശിവേട്ട, അപ്പോൾ ദേവേട്ടൻ എഴുതിയ ഒറിജിനൽ പ്രിസ്ക്രിപ്ഷൻ എവിടെ? അത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി സ്ട്രോങ് എവിഡൻസ് ആയേനെ. അതിപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാനാ? ഒരു വഴിയുമില്ല. ശിവേട്ട, ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു സംശയമാണ്. ഏട്ടത്തി ധൈര്യമായിട്ട് പറഞ്ഞോന്നേ. ദീപുവാണ് ഇത്തവണ പറഞ്ഞത്. അത് കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്നില്ലേ? അന്ന് ടൗണിൽ വണ്ടി നിർത്തി നിങ്ങൾ എവിടെയോ പോയില്ലേ? അന്ന് ഞാൻ അവിടെ വെച്ച് ദീപ്തിയും ദേവുവിനെയും കണ്ടിരുന്നു. അവരെന്തിനാ അവിടെ വന്നത്? ശിവന്റെ മുഖം ചുളിഞ്ഞു. അതുതന്നെയാണ് ഞാൻ അവരോടും ചോദിച്ചത്. അവരന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ വലിയ കാര്യമാക്കില്ല. പക്ഷെ ഇപ്പോൾ എന്തോ എനിക്കതിൽ ചില കാര്യങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. ആനിൻ്റെ മനസ്സ് അന്നേ ദിവസത്തിലേക്ക് പോയി. ദീപ്തി, നിങ്ങൾ ആ ബിൽഡിങ്ങിന് മുകളിൽ എന്തെടുക്കുമായിരുന്നു? ദീപ്തി എന്തോ പറയാൻ വന്നതും ദേവു കണ്ണ് ചിമ്മി കാണിച്ചു. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ദേ ഏട്ടന്മാർ ഇപ്പോൾ വരും. ഞാൻ അവരോട് പറയണ്ടെങ്കിൽ എന്നോടുള്ളത് പറയുന്നതാണ് നല്ലത്. 2 പേർക്കും എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അത് ഏട്ടത്തി, ദീപ്തി പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരുത്തിയുണ്ട്, ലയ. ഞങ്ങളുടെ ശത്രു, ഒരു അഹങ്കാരി. അവൾ ഞങ്ങൾക്കിട്ട് ഒരു മുട്ടം പണി തന്നു. അതിനുള്ള മറുമരുന്നാണ് ഇത്. അതും പറഞ്ഞവൾ വെള്ള പേപ്പറിൽ എഴുതിയ ഒരു ലവ് ലെറ്റർ കാണിച്ചു. ഇതെന്താണെന്നറിയോ? ലവ് ലെറ്റർ. പിന്നെ ഇത് ലയയുടെ നോട്ട്ബുക്കാണ്. അടിച്ചു മാറ്റിയതാ. ഈ ലവ് ലെറ്റർ ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്നറിയോ? ലയയുടെ. ശരിക്കും അവളുടേതല്ല. അവളുടേത് പോലെയുള്ള ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഹാൻഡ് റൈറ്റിംഗ്. ദൂ ആ ബിൽഡിങ്ങിന് മുകളിലെ ആധാരം എഴുത്ത ഓഫീസുണ്ട്. അവിടുത്തെ ഒരു ചേട്ടൻ്റെ സൈഡ് ബിസിനസ്സാണ് ഈ പണി. ആരുടെ കൈയക്ഷരം അതേപോലെ പകർത്തി തരും. ആ ചേട്ടനെ പൊളിയാട്ടോ എടുത്തി. എന്നിട്ട് നിങ്ങൾ ഈ ലെറ്റർ എന്ത് ചെയ്യാൻ പോവുക? ഞങ്ങളിത് കൊണ്ടുപോയി ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ഗൗതം സാറിൻ്റെ വണ്ടി വെക്കും. ആ സാർ ഹാൻഡ് റൈറ്റിംഗ് നോക്കി ആളെ പിടിച്ചോളും. നല്ല ഒന്നാന്തരം ലെറ്റർ ആയിട്ടെത്തി ഉമ്മയൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. സാറാണെങ്കിൽ ഒരു കടുവയും. നല്ല ചേലായിരിക്കും. അവൾക്ക് അത് തന്നെ വേണം. ദേവ് പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ഇയാൾ എങ്ങനെയാ പരിചയം? ഞാൻ ഇരുവരെയും നോക്കി ചോദിച്ചു. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, രമ്യ. അവളുടെ ചേച്ചി രേഷ്മയുടെ കൂടെ അവൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന്. 2-3 വർഷം മുന്നേ ആണത്രേ. ഏതോ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ആ ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും ഇയാൾ അതേപോലെ പകർത്തിയത്രേ. അപ്പോൾ ആ ചേട്ടൻ പുലിയല്ലേ? അത്രയും പറയുമ്പോഴേക്കും ശിവനും ദീപവും വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ഇരുവരും പെട്ടെന്ന് അവിടുന്ന് മുങ്ങി. അന്ന് ഞാൻ അവരോട് മുഴുവനും ചോദിച്ചില്ല. അന്ന് അവർ പറഞ്ഞ ആ രേഷ്മ ഈ രേഷ്മ തന്നെയാണെങ്കിലോ? ഇനി ചിലപ്പോൾ ദേവേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലോ അവർ മാറ്റി എഴുതിയത്? ചിലപ്പോൾ അവരുടെ കയ്യിൽ തന്നെ അന്ന് രാത്രി ദേവേട്ടൻ എഴുതിയ ഒറിജിനൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലോ? ഞാനത് പറഞ്ഞതും മറ്റു 2 പേരും അതിനോട് യോജിച്ചു. പെട്ടെന്നാണ് തങ്ങളുടെ വണ്ടിക്ക് കുറുകെ ഒരു വണ്ടി വന്ന് നിർത്തുന്നത്. ഏതവനാണ് ആ റോഡിൽ കിടന്ന് പോക്കിരിത്തരം കാട്ടുന്നത്? അത് പറഞ്ഞ് ദീപു പിറുപിറുത്തു. മുന്നിൽ നിർത്തിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ മനസ്സിലാവാതെ ദീപുവും ശിവനും മുഖത്തോട് മുഖം നോക്കി. ഇതേതാ പുതിയൊരു അലവലാതി? ദീപ് പറഞ്ഞു. അതേസമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തൻ്റെ ചേട്ടൻ വിനയനെ കണ്ടതും ആനിൻ്റെ മുഖം വിളറി. അവൾക്ക് തല പെരുകും പോലെ തോന്നി. ഫോൺ കയ്യിലെടുത്ത് ദേവിനെ വിളിക്കാൻ നേരാണ് പിൻസീറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്.